പാലാ നഗരസഭയിലെ UDF ഭരണം സംബന്ധിച്ച അനിശ്ചിതത്വം കൂടുതൽ സങ്കീർണമാകുന്നു. ഭരണം പിടിച്ചെടുക്കാൻ പുളിക്കക്കണ്ടം കുടുംബത്തിലെ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നിരിക്കെ അവർ മുന്നോട്ട് വെക്കുന്ന കടുത്ത നിബന്ധനകൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 3 വർഷം ചെയർപേഴ്സൺ പദവിയും അതേ കാലയളവിൽ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും വേണമെന്ന സ്വതന്ത്രരുടെ പിടിവാശിയാണ് പ്രധാന തടസ്സം. ഭരണത്തിന്റെ സിംഹഭാഗവും തങ്ങൾക്ക് വേണമെന്ന ഈ നിലപാടിൽ നിന്ന് മാറാൻ സ്വതന്ത്രർ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഇതിനു പകരം വെച്ചിരിക്കുന്നത് മറ്റൊരു ഫോർമുലയാണ്. ആദ്യ 2 വർഷം ചെയർപേഴ്സൺ പദവി നൽകാമെന്നും എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനം അവസാന 3 വർഷത്തേക്ക് നൽകാമെന്നുമാണ് കോൺഗ്രസ് വാഗ്ദാനം. എന്നാൽ ഈ വിഭജനം സ്വതന്ത്രർക്ക് സ്വീകാര്യമല്ല. സ്വതന്ത്രരുടെ ഈ ആവശ്യത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ വിശ്വസിക്കുന്നു. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ബിനുവിനെ ചെയർപേഴ്സൺ ആക്കിയ ശേഷം വൈസ് ചെയർമാൻ പദവി കൂടി കൈക്കലാക്കാനാണ് നീക്കം. ദിയ ബിനുവിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയും വൈസ് ചെയർമാൻ സ്ഥാനത്തിരുന്ന് ആക്ടിംഗ് ചെയർമാനായി ഭരണം നിയന്ത്രിക്കുകയുമാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നു. ഈ തന്ത്രത്തെ ഏത് വിധേനയും ചെറുക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാരുടെ തീരുമാനം. ആവശ്യപ്പെടുന്ന പദവികളെല്ലാം തുടക്കത്തിൽ തന്നെ നൽകിയാൽ പിന്നീട് അവ തിരികെ ലഭിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. വിശ്വാസ്യതയുടെ പ്രശ്നമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. സ്വതന്ത്രർ പിന്നീട് കളം മാറ്റി ചവിട്ടിയാൽ കോൺഗ്രസിന് അത് വലിയ നാണക്കേടുണ്ടാക്കും. പ്രതിസന്ധി ഇത്രയും കൊണ്ട് തീരുന്നില്ല. 4ാമത്തെ സ്വതന്ത്ര അംഗമായ മായ രാഹുലും പദവികൾ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. തനിക്കും 1 വർഷം ചെയർപേഴ്സൺ സ്ഥാനം വേണമെന്നാണ് മായയുടെ പക്ഷം. മായയുടെ പിന്തുണയില്ലാതെ UDFന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ സാധിക്കില്ല. 26 അംഗ നഗരസഭയിൽ നിലവിൽ LDFന് 12 അംഗങ്ങളുണ്ട്. വെറും 2 പേരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ അവർക്ക് ഭരണം നിലനിർത്താം. മായ രാഹുൽ മാത്രം ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ കക്ഷിനില ഒപ്പത്തിനൊപ്പമാകും. ഇത് UDFനെ വൻ പ്രതിസന്ധിയിലാക്കും. നിലവിൽ UDFന് 10 അംഗങ്ങളാണുള്ളത്. UDF ചിഹ്നത്തിലല്ലെങ്കിലും അവരുടെ പിന്തുണയോടെയാണ് പുളിക്കക്കണ്ടം ഗ്രൂപ്പിലെ 3 പേർ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ UDFനെ പിന്തുണയ്ക്കാനുള്ള ധാർമ്മിക ബാധ്യത അവർക്കുണ്ടെന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. എന്നാൽ മായ രാഹുലിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിച്ച് ജയിച്ച മായയ്ക്ക് രാഷ്ട്രീയമായ ബാധ്യതകളില്ല. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് പ്രൊഫസർ സതീഷ് ചെള്ളാനിയെ പരാജയപ്പെടുത്തിയാണ് മായ നഗരസഭയിലെത്തിയത്. മായയ്ക്ക് UDFനോട് താല്പര്യമില്ലെങ്കിലും അർഹമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ നിലപാട് മാറ്റിയേക്കാം. മറ്റ് സ്വതന്ത്രരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ മായയുടെ വില ഇനിയും ഉയരും. ഇന്ന് കോട്ടയത്ത് നടന്ന ചർച്ചയിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ജില്ലാ നേതൃത്വം നഗരസഭാ കൗൺസിലർമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്ത് ഭരണം പിടിക്കാമെന്ന് ജില്ലാ നേതൃത്വം കരുതുമ്പോൾ കൗൺസിലർമാർ അതിനെ എതിർക്കുന്നു. കോൺഗ്രസിന്റെ അന്തസ്സ് പണം വെച്ചുകൊണ്ട് ഭരണം വേണ്ടെന്നാണ് കൗൺസിലർമാരുടെ നിലപാട്. സ്വതന്ത്രർക്ക് വഴങ്ങിക്കൊടുത്താൽ അത് പാർട്ടിയുടെ ശക്തിയെ ബാധിക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു. അതേസമയം ഭരണപക്ഷത്തുള്ള കേരള കോൺഗ്രസ് തന്ത്രപരമായ മൗനത്തിലാണ്. UDFനുള്ളിലെ തർക്കങ്ങൾ അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. ഭരണസ്തംഭനം ഒഴിവാക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനകളും അവർ നൽകുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ നഗരസഭയിലെ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാൻ UDFനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് പോലും കേരള കോൺഗ്രസ് ആലോചിച്ചേക്കും. ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ജോസ് കെ മാണിയുടെ പാർട്ടി ഇത്തരമൊരു നീക്കം നടത്തിയാൽ അത് UDF LDF മുന്നണി സമവാക്യങ്ങളെ തന്നെ ബാധിച്ചേക്കും. പാലായിലെ ഈ രാഷ്ട്രീയ നാടകം എങ്ങോട്ട് തിരിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷം വരെ ചർച്ചകൾ തുടരാനാണ് സാധ്യത. വൈകാതെ തന്നെ പുതിയ ചെയർമാൻ സ്ഥാനാരോഹണം നടക്കേണ്ടതുണ്ട്. പാലാ നഗരസഭയുടെ ഭാവി ഇപ്പോൾ ഈ 4 സ്വതന്ത്രരുടെ കയ്യിലാണ്. അധികാര വടംവലിയിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുതെന്നാണ് നഗരവാസികളുടെ ആവശ്യം. രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ജനകീയ വിഷയങ്ങൾ മറന്നു പോകരുതെന്ന് സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ചകളിൽ ഇടപെട്ടേക്കും. പാലാ നഗരസഭയിലെ ഈ ഭരണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ കേസായി മാറുകയാണ്.